ിരുന്നു മുൻ MP ശ്രീ എ സമ്പത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ആവശ്യപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആവശ്യപ്പെടാതെ തന്നെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് ആണ് പറയേണ്ടത്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? കേരളത്തിന്റെ മാത്രം വിഷയമല്ല, ഇന്ത്യൻ യൂണിയനിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാര്യമായ യാതൊരു നടപടികളും ഈ ബഡ്ജറ്റിലില്ല. ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 7ാമത്തെ തുടർച്ചയായ ബഡ്ജറ്റാണ് ഇന്നത്തെ ബഡ്ജറ്റ്. അപ്പൊ ഞാൻ താങ്കളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം സാന്ദർഭികമായി പറഞ്ഞു കൊള്ളട്ടെ. ഈ ലോകത്തിൽ ആദ്യമായി സ്ത്രീകൾ, വനിതകൾ മാത്രമുള്ള ഒരു സ്റ്റാൻഡിംഗ് ആർമി, അത്തരത്തിലൊരു റെജിമെന്റ് ആദ്യമായി അത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിലുള്ള ഝാൻസി റാണി റെജിമെന്റ് ആയിരുന്നു. അതിന്റെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി, മലയാളി കൂടിയാണല്ലോ, ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി ഈ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന പ്രവാസി ഗവൺമെന്റിന്റെ ആദ്യകാലത്തെ ഈ ബഡ്ജറ്റുകൾ, അതിനും ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, അത് രൂപീകരിക്കുന്നതിലെല്ലാം തന്നെ വലിയ പങ്ക് വഹിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. അവരുടെ 12ാമത്തെ ചരമ വാർഷികമാണ് ഇന്നേ ദിവസം എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഒരു മാന്യ വനിത നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ രാഷ്ട്രീയമായ കുറെ പ്രസംഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിനപ്പുറമായി ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും അതുപോലെ തന്നെ ഈ ഡിമോണിറ്റൈസേഷൻ, ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങൾ, അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ തൊഴിലുകൾ സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും, ഞാൻ ഉദ്ദേശിച്ചത് ഫോർമൽ സെക്ടറിലും ഇൻഫോർമൽ സെക്ടറിലും അത്തരത്തിൽ കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൂടി ഓർക്കണം. വേറൊരു കാര്യം, അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ടതിൽ നല്ലൊരു പങ്ക് സ്ത്രീകളായിരുന്നു, വനിതകളായിരുന്നു എന്ന കാര്യം കൂടി നാം ഓർക്കണം. ഇവിടെ ഈ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നത് കൂലി ഇല്ലാതാവുക എന്നാണ്, അതായത് വരുമാനം നഷ്ടപ്പെടുക എന്നാണ്. അങ്ങനെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഗാർഹികമായ സമ്പാദ്യങ്ങൾ, അവരുടെ ഡൊമസ്റ്റിക് സേവിങ്സ്, അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കുന്നതിന് എന്താണ് ബഡ്ജറ്റിൽ അത്തരത്തിൽ വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ തന്നെ നമ്മുടെ വളർച്ചയെ സംബന്ധിച്ച് അത്ര ശോഭനമായ കാര്യങ്ങളല്ല പ്രതിപാദിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക? സെൻസസിന്റെ ആണല്ലേ? 2011 സെൻസസ്, അതിനുശേഷം 2021 സെൻസസ് എവിടെ? ഇത് 2024. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് കാനേഷുമാരി കണക്കെടുപ്പ് നടത്താനുള്ള അധികാരം അത് ഇന്ത്യ ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റ് ബീഹാർ സംസ്ഥാന ഗവൺമെന്റിനെതിരായി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ ആ ഗവൺമെന്റിനെതിരായി സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് സെൻസസ് ഓർ എനിത്തിങ് എക്കിൻ ടു സെൻസസ് എന്ന് വെച്ചാൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാമ്പത്തിക സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് നടത്താൻ ഇന്ത്യ ഗവൺമെന്റിന് അല്ലാതെ മറ്റാർക്കും അധികാരമില്ല എന്നതാണ്. അപ്പോൾ ഇല്ലാത്തതായ കണക്കുകൾ, ഊതിപ്പെരിപ്പിച്ചതായ കണക്കുകൾ, അപൂർണമായ കണക്കുകൾ, പലതും ഈ മാനിപ്പുലേറ്റഡ് ഡാറ്റ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബഡ്ജറ്റ് തന്നെ വന്നിട്ടുള്ളത്. നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുകയാണ്. 2043 ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ളത് ഇപ്പോഴുള്ളതിന്റെ തിരിച്ചാവുകയാണ്. അതായത് 18 വയസ്സ് മുതൽ ഏതാണ്ട് 55 വയസ്സ് വരെ, 55-58 വയസ്സ് വരെ പണിയെടുക്കാനായി കഴിയുന്ന ആളുകൾ, അവർ അത്തരത്തിൽ വൈദഗ്ധ്യമുള്ളവരോ അർദ്ധവൈദഗ്ധ്യമുള്ളവരോ, സ്കിൽഡ്, സെമി സ്കിൽഡ്, അത്തരത്തിൽ നമ്മൾ പ്രൊഫഷണൽസ് എന്നൊക്കെ പറയുന്ന ആളുകൾ മാത്രമല്ല അത്തരത്തിൽ വരേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യകരമായ കാര്യം, ഇന്ത്യയിൽ ഇവരിലെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതിൽ 2-ൽ 1 വീതം അൺസ്കിൽഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറിനെ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇത് കാർഷിക മേഖലയിലാണ്. കാർഷിക മേഖലയിൽ തന്നെ ഭൂരഹിതരുടെ എണ്ണം എന്നത് അത് കുറയുന്നില്ല, ഭൂരഹിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരഹിതരായ ആളുകളിൽ നല്ലൊരു പങ്ക് സ്ത്രീകളാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കഴിയുന്നില്ല. മറ്റൊന്ന്, 93 കൊല്ലക്കാലത്തെ ചരിത്രമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ബഡ്ജറ്റ് എന്നുള്ളത് എന്നേക്കുമായി അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമ്മൾ വന്ദേ ഭാരത് തീവണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഹൈസ്പീഡ് കോറിഡോറുകൾ അതിനെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് യാത്രയ്ക്ക് അഭയമായിട്ടുള്ളത് റെയിൽവേയാണ്.
ആ റെയിൽവേ നെറ്റ്വർക്ക് സമ്പ്രദായം അത് കൂടുതൽ ശക്തമാക്കുകയും അത് ജനകീയമാക്കുകയും ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നടന്നു പോവുകയാണ്. അപ്പൊ എന്താ നടക്കുന്നത്? കോർപ്പറേറ്റൈസേഷനാണ് നടക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വരേണ്യവൽക്കരണവും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വർഗീയവൽക്കരണവും ചാലിച്ചിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നത് മറന്നു പോകരുത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ നികുതി വിഹിതത്തിന്റെ അതിന്റെ ഷെയറിങ്ങിൽ 60:40 എന്നുള്ള നിലയിലേക്ക് 60% സംസ്ഥാനങ്ങൾ, 40% ഇന്ത്യ ഗവൺമെന്റ് എന്ന നിലയിലേക്ക് അത് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം 50-50 എന്നുള്ള നിലയിൽ അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പൊ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിലടക്കം കൈവയ്ക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ്. എന്നാൽ ഭീകരമായ കടമാണ് ഇന്ത്യ ഗവൺമെന്റ് വൈദേശികമായും ആഭ്യന്തരമായും എത്തപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം കൂടി മറന്നു പോകരുത്. എല്ലാം ഭാരവും സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും എന്നാൽ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ അധികാര കേന്ദ്രീകരണം നടത്തുകയും ചെയ്യുന്നതിന് ഉതകുന്ന നിലയിലാണ് ഈ ബഡ്ജറ്റിന്റെ പോക്ക്. ഇത് വല്ലാത്ത കോർപ്പറേറ്റൈസേഷൻ എന്നുള്ളത് രാജ്യത്തിന്റെ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, അധികാര കേന്ദ്രീകരണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത്. വളരെ നന്ദി ശ്രീ എ സമ്പത്ത് സഹകരിച്ചതിന്. എന്തായാലും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിയുന്ന ഈ നിമിഷങ്ങളിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അറിയാൻ താല്പര്യമുണ്ടാവുക എന്ന് പറയുന്നത് എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്ന്, നികുതി നിരക്ക് പരിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. 7 മുതൽ 10 ലക്ഷം വരെ 10% ആണ്. അത് 10 മുതൽ 12 ലക്ഷം വരെ 15%. അങ്ങനെ നികുതി നിരക്ക് പരിഷ്കരിച്ചിരിക്കുന്നു. സോളാർ പാനലുകൾക്കും സെല്ലുകൾക്കും തീരുവ നീട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് വരുന്നു. PVC ഫ്ലക്സ് ബാനറുകൾക്ക് തീരുവ 10 മുതൽ 25% വരെ ആക്കി ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 25 ധാതുക്കൾക്ക് എക്സൈസ് തീരുവ ഒഴിവാക്കിയിരിക്കുന്നു. അമോണിയം നൈട്രേറ്റിനുള്ള തീരുവ കുറച്ചിരിക്കുന്നു. ഇ-കൊമേഴ്സ് വ്യാപാരത്തിന് TDS കുറച്ചിരിക്കുന്നു. കുടുംബ പെൻഷൻകാരുടെ ഇളവ് പരിധി 15,000 നിന്ന് 25,000 ഉയർത്തിയിരിക്കുന്നു. ആദായ നികുതിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയിരിക്കുന്നു.